15 പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പീഡിപ്പിച്ചു. കെ സുരേന്ദ്രൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാഹുലിന് ഇരയായത് ഒരു പെൺകുട്ടി മാത്രമല്ലെന്നും 15 പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പീഡിപ്പിച്ചെന്നുമാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. രാഹുൽ 15 പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പീഡിപ്പിച്ചു. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നത് മറ്റ് ഇരകളുടെ തെളിവിനെ ബാധിക്കും. ഉന്നതർ രാഹുലിനെ സഹായിക്കുന്നുണ്ട്. MLA-ക്ക് മുകളിലുള്ളവരും സഹായിക്കുന്നുണ്ട്, കെ സുരേന്ദ്രൻ പറഞ്ഞു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. DCP-യും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം. അതിനിടെ രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയത്. രാഹുലിനെതിരായ FIR-ൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. തിരുവനന്തപുരത്തും പാലക്കാടും എത്തിച്ച് ബലാത്സംഗം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യങ്ങൾ പകർത്തി അത് കാണിച്ച് ബലാത്സംഗം ചെയ്തെന്നും FIR-ലുണ്ട്. ഗർഭിണിയായ ശേഷവും പീഡിപ്പിച്ചുവെന്നും എതിർത്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചെന്നും FIR-ൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. BNS 89 വകുപ്പ് പ്രകാരം 10 വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണ് നിർബന്ധിത ഭ്രൂണഹത്യ. യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തും പ്രതിപട്ടികയിലുണ്ട്. ഗർഭഛിദ്രത്തിനായി രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് വഴിയാണ് ഗുളിക എത്തിച്ചതെന്നും യുവതി മൊഴി നൽകിയിരുന്നു.